ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സൌഹൃദപരമായ കൂട്ടായ്മകൾ എന്നും സാമൂഹ്യ ജീവിതത്തിൽ മുതൽക്കൂട്ടുകളാണ്. ഇന്റർനെറ്റ് സൌഹൃദങ്ങളാണ് സുദൃഢമെന്ന് വിശ്വസിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ പങ്കുവെക്കലുകളും കൂടിച്ചേരലുകളും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അത് വാർദ്ധക്യകാലത്തിലൂടെ ആകുമ്പോൾ കൂടുതൽ ദൃഢത കൈവരുന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ സ്ത്രീ പാക്കിംഗ് തൊഴിലാളികൾ സമരരംഗത്ത്. റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ. കോർപ്പറേഷനിൽ മാലിന്യ നിയന്ത്രണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മേയർ. കൌൺസിലിന്റെ ആദ്യ പൊതുസഭ ചേർന്നു. കനയ്യകുമാറിനെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് AIYF മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് AIYF സിറ്റി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AIYF ജില്ലാ സെക്രട്ടറി P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് AIYF സിറ്റി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ഹൈദരാബാദ് സർവകലാശാലയിൽ രോഹിത് വെമുല എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വരെ നിൽക്കുന്ന സംഭവങ്ങൾ, അതിന്റെ തുടർച്ചയായി മാത്രമേ കനയ്യകുമാറിന്റെ അറസ്റ്റും JNUവിനെ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെയും കാണാൻ വേണ്ടി സംസ്ഥാനമൊട്ടാകെയുള്ള ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കാണ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കനയ്യകുമാറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെ തുടർന്ന് നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കവെ ഒരു പറ്റം അഭിഭാഷകർ കനയ്യയെ ആക്രമിച്ചു. തുടർന്ന് രാജ്യമൊട്ടാകെ കനയ്യയെ പിന്തുണച്ച് നിരവധി പേരെത്തി. കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയ ഡൽഹി പോലീസാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞത്. സാഹചര്യം തീർത്തും മാറിയതിനാലാണ് നിലപാട് മാറ്റമെന്നാണ് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി പിന്നീട് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് AIYF പ്രതിഷേധം ശക്തമാക്കിയത്. കോഴിക്കോട് നടന്ന മാർച്ചിൽ AIYF ജില്ലാ സെക്രട്ടറി CK ബിജിത് ലാൽ, കൃപേഷ് K. ദാസ്, അസീസ് ബാബു, KC അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യ സംസ്കരണ മേഖലകളെ ചുരുക്കിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നും അത്തരം മാലിന്യ നിയന്ത്രണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും മേയർ VKC മുഹമ്മദ് കോയ നഗരസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ പൊതുസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നഗരസഭയുടെ 2016-17 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വാർഡ് തലത്തിൽ നിന്നും വർക്കിംഗ് ഗ്രൂപ്പുകളിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ പൊതുസഭ ചേർന്നു. ടാഗോർ സെന്റർ ഹാളിൽ നടന്ന ചടങ്ങ് മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ മേഖലകളെ ചുരുക്കിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നും അത്തരം മാലിന്യ നിയന്ത്രണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇത്തരം പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാര വികേന്ദ്രീകരണം വന്നതിനുശേഷം പദ്ധതികൾ രൂപീകരിക്കുന്നതിന് ഒട്ടനവധി നടപടികൾ നിലവിലുണ്ട്. അതിൽ ജനങ്ങളുടെ അഭിപ്രായം വളരെ പ്രധാനമാണ്. അത്തരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന 75 വാർഡുകളിലെ ഓരോ വാർഡുകളിൽ നിന്നുമായി 15 അംഗങ്ങളാണ് പൊതുസഭയിൽ പങ്കെടുത്തത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള 13 പേരും ഒരു കൌൺസിലറും ഒരു ഉദ്യോഗസ്ഥനും അടങ്ങുന്ന 15 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിനെ പൊതുസഭയിൽ തിരഞ്ഞെടുത്തു. 1000-ഓളം പുതിയ പദ്ധതികൾക്കാണ് രൂപം നൽകാൻ പോകുന്നത്. ഇതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഫെബ്രുവരി 29-ന് വികസന സെമിനാർ നടത്താനിരിക്കുകയാണ്. തുടർന്നുള്ള ചർച്ചയിലായിരിക്കും പദ്ധതികൾക്ക് രൂപം നൽകുക. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷം വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ വിഷയാവതരണം നടത്തി. കോർപ്പറേഷൻ പ്രോജക്ട് കോർഡിനേറ്റർ ബേബി കുര്യാക്കോസ്, കിഷൻ ചന്ദ്, രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സിവിൽ സപ്ലൈസ് പാക്കിംഗ് തസ്തികയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സപ്ലൈകോ റീജിയണൽ ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട്ടെ സിവിൽ സപ്ലൈസ് പാക്കിംഗ് തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾ സൂചനാ സമരം നടത്തിയത്. അസംഘടിത മേഖലാ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സമരം അന്വേഷി പ്രസിഡന്റ് കെ അജിത ഉദ്ഘാടനം ചെയ്തു. പാക്കിംഗ് തസ്തികയിലെ സ്ത്രീ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിനെതിരെ ഇത്തരമൊരു പ്രതിഷേധ സമരം നേരത്തെ തന്നെ അനിവാര്യമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. സ്ത്രീകളായതുകൊണ്ട് മാത്രമാണ് സമരം ഇത്രയധികം വൈകിയതെന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പീസ് റേറ്റ് നിരക്കിൽ ജോലി ചെയ്യുന്നവരാണ് കോഴിക്കോട്ടെ സിവിൽ സപ്ലൈസ് പാക്കിംഗ് തൊഴിലാളികൾ. പാക്കറ്റിന് 50 പൈസ നിരക്കിലാണ് ഇവരുടെ വേതനം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കടുക്, ഉലുവ, ജീരകം എന്നീ ധാന്യങ്ങൾ ശബരിയുടെ മറവിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറിക്കൊണ്ട് ഇവർ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന പാക്കറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയായിരുന്നു. ഇതോടെ തൊഴിലാളികൾക്ക് ഒരു മാസം 1500 രൂപ പോലും വേതനം ലഭിക്കാത്ത അവസ്ഥയാണ്. ഈ വേതനം പോലും ലഭിക്കുന്നത് ഉൽപ്പന്നം വിറ്റഴിച്ചതിനു ശേഷമാണ്. ചില സ്ഥാപനങ്ങളിൽ ബോണസ് പോലും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുക, പിടിച്ചുവെച്ച ബോണസ് തിരിച്ചു നൽകുക, മുഴുവൻ പാക്കിംഗ് തൊഴിലാളികളെയും തൊഴിലാളികളായി അംഗീകരിക്കുക, അനുമതി നിഷേധിച്ച കടുക്, ഉലുവ, ജീരകം എന്നിവ പാക്ക് ചെയ്യാനുള്ള അനുമതി തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. സപ്ലൈകോ റീജിയണൽ ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിന് അഡ്വക്കേറ്റ് അണിമ, പി വിജി, സാവിത്രി കെ, ശോഭ പി കെ, റീന എം, ചിത്ര കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ത്യാഗരാജോത്സവം 2016 കോഴിക്കോട് തുടക്കമായി. പ്രശസ്ത വയലിൻ വിദ്വാൻ പാലക്കാട് ആർ സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. 5 ദിനങ്ങളിലായി തളി പത്മശ്രീ കല്യാണ മണ്ഡപമാണ് ഇതിന് വേദിയാകുന്നത്. 36ാമത് ത്യാഗരാജ ഉത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. 5 ദിനങ്ങളിലായി തളി പത്മശ്രീ കല്യാണ മണ്ഡപമാണ് ത്യാഗരാജ സ്മൃതികളിൽ സംഗീത സാന്ദ്രമാകുന്നത്. കോഴിക്കോട് നടന്ന പരിപാടി പ്രശസ്ത വയലിൻ വിദ്വാൻ പാലക്കാട് ആർ സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ കോഴിക്കോടുള്ള ഓരോരുത്തരും ചെയ്ത അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് ഈ 36ാമത്തെ കൊല്ലത്തിലേക്ക് നമ്മുടെ ത്യാഗരാജനെ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സംഗീതത്തോടുള്ള അർപ്പണബോധമാണ് 36ാം വർഷവും ത്യാഗരാജ സ്മൃതികൾ സംഘടിപ്പിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംഗീതാർച്ചനയോടുള്ള അഭിരുചിയും സംഘാടന മികവും ഇതിനു കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ എ രാമനാഥൻ, ട്രസ്റ്റി എം ഡി രാജാമണി, രാധാപ്രഭാകരൻ, സിനിമാ നടൻ എൻ ബാബുസ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിനു ശേഷം കൽപ്പനാമൂർത്തിയും സംഘവും അവതരിപ്പിച്ച ത്യാഗരാജ ദിവ്യനാമ കൃതികളോടെയാണ് ത്യാഗരാജ ഉത്സവം ആരംഭിച്ചത്. 5 ദിനങ്ങളിലായി നടക്കുന്ന സംഗീതാർച്ചനയ്ക്ക് നിരവധി സംഗീതാസ്വാദകരും വിദ്വാൻമാരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംഗീതധാരയിൽ അലിഞ്ഞ് കോഴിക്കോട്. താളരാഗലയങ്ങളുടെ 5 ദിനരാത്രങ്ങളാണ് ഇനി ആസ്വാദകർക്ക് മുന്നിലുള്ളത്. ത്യാഗരാജ കീർത്തനങ്ങളാൽ സംഗീത സാന്ദ്രമാകും തളിയും പരിസര പ്രദേശങ്ങളും. ഇനിയുള്ള 5 ദിനങ്ങൾ കോഴിക്കോടിനെ ത്യാഗരാജ സ്മൃതികളിൽ സംഗീത സാന്ദ്രമാക്കാൻ പത്മശ്രീ കല്യാണ മണ്ഡപം ഒരുങ്ങിക്കഴിഞ്ഞു. ത്യാഗരാജ ഉത്സവം 2016 സംഗീതാസ്വാദകർ വൻ വരവേൽപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. സൂര്യഗായത്രിയുടെ സരസ്വതി വന്ദനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പിന്നീട് കൽപ്പനാമൂർത്തിയും സംഘവും അവതരിപ്പിച്ച ത്യാഗരാജ ദിവ്യനാമ കൃതികൾ ആസ്വാദക ഹൃദയം കീഴടക്കി. ആലാപന ഭംഗിയും രാഗഗംഭീര്യവും നിറഞ്ഞതായിരുന്നു ത്യാഗരാജ സംഗീതം. തിരഞ്ഞെടുത്ത കീർത്തനങ്ങളുടെ സവിശേഷത കൊണ്ടും സംഗീത കച്ചേരി സമ്പന്നമായി. ബ്രഹ്മദത്തൻ വയലിനിലും അനിൽകുമാർ വടകര മൃദംഗത്തിലും കൃഷ്ണപ്രിയ ഗഞ്ചിറയിലും കച്ചേരിക്ക് പൂർണ്ണതയേകി. ത്യാഗരാജ കീർത്തനങ്ങൾ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. രാഗങ്ങളുടെ ഗാംഭീര്യം കൊണ്ട് ഏറ്റുപാടിയും താളമിട്ടും കാണികളും കച്ചേരിയിൽ പങ്കുചേർന്നു. വേദിയെ സമ്പന്നമാക്കിയത് പ്രശസ്ത കലാകാരന്മാരുടെ ആലാപന ചാതുര്യത്തെയാണ്. ത്യാഗരാജ സംഗീതം പകർന്നു നൽകാനും ആസ്വാദകർക്ക് ഹൃദ്യസ്ഥമാകാനും ഉപകരണ സംഗീത വിദ്വാൻമാരും പൂർണ്ണ പിന്തുണയേകി. സൂര്യഗായത്രിയുടെ ശ്രീരാമപാദമാം എന്ന് തുടങ്ങുന്ന സംഗീതാർച്ചനയാണ് ആസ്വാദകരെ വിസ്മയിപ്പിച്ചത്. ശ്രീരാമഭക്തനായ ത്യാഗരാജന്റെ സ്മൃതികൾ ആസ്വാദകർക്ക് പകർന്നു നൽകുന്നതിനോടൊപ്പം ആലാപനം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു കുട്ടികളുടെ സംഗീതാർച്ചന.
ഇനിയുള്ള പകലുകളും രാവുകളും കോഴിക്കോടൻ മണ്ണ് സാക്ഷിയാകുന്നത് അലയടിച്ചു വരുന്ന സംഗീതോത്സവത്തിനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നഗരത്തെ വയോജന സൌഹൃദമാക്കാൻ ലക്ഷ്യമിട്ട് കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വയോജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ലിവിംഗ് ലൈഫ് ട്രസ്റ്റ് എന്ന സംഘടനയാണ് ഇത്തരം കൂട്ടായ്മകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ വയോജന കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകി സന്നദ്ധ സേവകരായ വയോജനങ്ങൾ തന്നെ രംഗത്തിറങ്ങി. ലിവിംഗ് ലൈഫ് ട്രസ്റ്റ് എന്ന സംഘടനയാണ് ഇത്തരം കൂട്ടായ്മകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കോഴിക്കോട് പരിധിയിൽ തന്നെ 43ഓളം വയോജന കൂട്ടായ്മകളാണ് രൂപീകൃതമായിട്ടുള്ളത്. വെള്ളിമാടുകുന്ന് JDT ഹാളിൽ ചേർന്ന വയോജന കൂട്ടായ്മയിൽ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ സീനിയർ സൂപ്രണ്ട് ജോസഫ് സർക്കാർ സേവനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. നമ്മുടെ കഴിഞ്ഞ വോൾട്ടേജ് ഹെൽപ്പ് ജിയുടെ സംഘടന കണക്കുപ്രകാരം മുതിർന്ന പൗരന്മാര് 79% പേർക്കും വീടുകളിൽ കടുത്ത അവഗണന നേരിടുന്നവരാണ് എന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പാറോപ്പടി ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ഒലിക്കാട്ടിൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് നൽകാവുന്ന സംഭാവനകളെക്കുറിച്ച് വിശദീകരിച്ചു. ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡാർലിൻ P. ജോർജ്, ഫൈസൽ ആൻഡ് ഷബാന ഫൌണ്ടേഷൻ ഗ്ലോബൽ ഹെഡ് ഡോക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ, സാമൂഹ്യ പ്രവർത്തക K. മുന്നശ്രീ, പൂളക്കടവ് വാർഡ് കൌൺസിലർ ബിജുലാൽ, JDT കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ PC. സുനിത എന്നിവർ സന്ദേശങ്ങൾ നൽകി. വയോജന കൂട്ടായ്മകളുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് മാനേജർ വർഗീസ് പോൾ വിശദീകരിച്ചു. വിവിധ വയോജന കൂട്ടായ്മകളിൽ നിന്നായി 50ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം 2016 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. ഫെബ്രുവരി 29 രാത്രി 7:15 കൊടിയേറ്റം, തുടർന്ന് കരിമരുന്ന് പ്രയോഗം, മുളയിടൽ, അത്താഴപൂജ, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റ സന്ധ്യ. നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന മ്യൂസിക് ഹൈവേയുടെ മ്യൂസിക്കൽ നൈറ്റ്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം 2016 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. കോഴിക്കോട് ബോട്ടിങ്ങിന് പറ്റിയ നല്ല സ്ഥലം എവിടെയാ? കോഴിക്കോട് കക്കയമുണ്ട്, 45 കിലോമീറ്റർ ഉള്ളിൽ വരും. അതിന്റെ റൂട്ട് മാപ്പ് എവിടെ ഉണ്ടോ? കക്കയത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. റൂട്ട് മാപ്പ്, ബോട്ടിംഗ്, എവറിത്തിങ്. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, താങ്ക് യു. കക്കയം മലബാറിന്റെ ഊട്ടി. വിനോദസഞ്ചാരികൾക്ക് ഒരു പച്ചത്തുരുത്ത്, കുളിര് പെയ്യുന്ന അന്തരീക്ഷം, വെള്ളച്ചാട്ടങ്ങളുടെ തൂവെള്ള കാഴ്ചകൾ, ഓളപ്പരപ്പുകൾക്ക് മീതെ വേഗതയുടെ അനുഭവം കുറിക്കാം. മലബാർ ഹെവൻ എന്ന ബോട്ടിംഗ് സെന്റർ. വെറും 750 രൂപയ്ക്ക് 5 പേർക്ക് സ്പീഡ് ബോട്ട് യാത്ര, ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ആശങ്കയില്ലാതെ ബോട്ടിംഗ് നടത്താം. ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ 12 ക്വാർട്ടേഴ്സുകൾ. കാട്ടുപാതയിലൂടെ കക്കയം ഡാമിലേക്ക് സൈക്കിൾ സവാരി നടത്തുവാനുള്ള സൗകര്യം. മലബാർ ഹെവൻ, സഞ്ചാരികൾക്ക് മലബാറിലെ പറുദീസ. സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സർക്കാർ. വാർത്തകൾ തുടരുന്നു. മലയോര മേഖലയിൽ കഞ്ചാവും ചന്ദനമുട്ടികളും പിടികൂടി. മുക്കത്ത് 4 കിലോ കഞ്ചാവുമായി 2 പേരും കൊടുവള്ളിയിൽ ചന്ദനമുട്ടികളുമായി 3 പേരുമാണ് പിടിയിലായത്. ഒരു മാസത്തിനിടെ 30 കിലോ കഞ്ചാവാണ് മലയോര മേഖലയിൽ നിന്നും പിടിച്ചെടുത്തത്. ചൊവ്വാഴ്ച പുലർച്ചെ മുക്കം PC ജംഗ്ഷനിൽ CI പ്രേംജിത്ത്, അഡീഷണൽ SI പ്രവീൺകുമാർ, താമരശ്ശേരി DYSP ശ്രീകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ജെയ്സൺ K. എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവർ പിടിയിലായത്. നേരത്തെ കഞ്ചാവ് വേട്ടയ്ക്കായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സ്ക്വാഡ് രൂപവൽക്കരിച്ചിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ നിയോഗിച്ച മഫ്റ്റി പോലീസുകാരുടെ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികളെ മുക്കത്ത് വെച്ച് വലയിലാക്കിയത്. പോലീസ് സംഘത്തിൽ ASI ഗംഗാധരൻ, VK സുരേഷ്, രാജീവൻ, ബിജു, ഷിബിൽ ജോസഫ്, റഹീം, നിഷാദ്, ഷിജു, ബിജേഷ്, അനൂപ് എന്നിവരുമുണ്ടായിരുന്നു. ഒരു മാസത്തിനിടെ 50 കിലോ കഞ്ചാവാണ് മലയോര മേഖലയിൽ നിന്ന് ഇതിനോടകം പിടികൂടിയിട്ടുള്ളത്. ഇതിൽ 12ഓളം പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പ്രതികളിൽ നിന്ന് 10 ആഡംബര വാഹനങ്ങളും പിടികൂടി. മേഖലയിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കഞ്ചാവ് വിൽപ്പന. കൊടുവള്ളിയിൽ വാഹന പരിശോധനയ്ക്കിടെ ചന്ദനമുട്ടികളും പിടികൂടി. 4.750 കിലോഗ്രാം തൂക്കമുള്ള ചന്ദനമുട്ടികളാണ് പിടികൂടിയത്.
3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജീവിക്കാൻ അനുവദിക്കൂ എന്ന മുദ്രാവാക്യവുമായി കർഷകർ പ്രക്ഷോഭം ശക്തമാക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 26-ന് കളക്ടറേറ്റിനു മുന്നിൽ യാചനാ സത്യാഗ്രഹം നടത്തുമെന്ന് കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ഒ.ഡി. തോമസ് പറഞ്ഞു. റബ്ബർ, നാളികേരം, കാപ്പി തുടങ്ങിയ നാണ്യവിളകളുടെ വിലയിടിവ് നിയന്ത്രിച്ച് നാടിന്റെ നട്ടലായ കർഷകരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി നാഷണലിസ്റ്റ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 26-ന് കളക്ടറേറ്റിന് മുന്നിൽ കർഷക യാചനാ സത്യാഗ്രഹം നടക്കുമെന്ന് പ്രസിഡന്റ് ഒ.ഡി. തോമസ് പറഞ്ഞു. എ.കെ. ശശീന്ദ്രൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യും. എൻ.സി.പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും കിസാൻ സഭയുടെ സംസ്ഥാന നേതാക്കളും സത്യാഗ്രഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കും. എൻ.സി.പി. കിസാൻ സഭ സംസ്ഥാനത്തുടനീളം ആരംഭിക്കുന്ന കർഷക പ്രക്ഷോഭങ്ങളുടെ തുടക്കമായാണ് കോഴിക്കോട്ടെ സത്യാഗ്രഹം. മറ്റെല്ലാ മേഖലകളിലും സർക്കാർ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോഴും നാടിന്റെ നട്ടലായ കർഷക സമൂഹത്തെ പാടെ അവഗണിക്കുകയാണ് എന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അസൂയ കൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 8000 കോടിയോളം രൂപ ശമ്പള വർധന അനുവദിച്ചത് നമ്മൾ കണ്ടു. മോഹന വാഗ്ദാനങ്ങൾ നൽകി കർഷകരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചിക്കുകയാണെന്നും നേതാക്കളായ ജോബ് കാട്ടൂർ, പി.എം. കരുണാകരൻ, കെ.പി. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പറഞ്ഞു. അനശ്വര നർത്തകിക്ക് ആദരമായി ശിഷ്യന്റെ നൃത്താർച്ചന. നർത്തകി മൃണാളിനി സാരാഭായിയുടെ സ്മരണയ്ക്കായി ശിഷ്യനും പ്രശസ്ത നർത്തകനുമായ കോട്ടയ്ക്കൽ ശശിധരനാണ് നൃത്തച്ചുവടുകളിലൂടെ പ്രണാമം അർപ്പിച്ചത്. ലോകപ്രശസ്ത നർത്തകി മൃണാളിനി സാരാഭായിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ നൃത്താഞ്ജലി അർപ്പിച്ച് കോട്ടയ്ക്കൽ ശശിധരൻ. മഞ്ചേരിയിലെ കേരള ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അക്കാദമി കോഴിക്കോട് നടത്തിയ മൃണാളിനി സാരാഭായ് സ്മരണാഞ്ജലി പരിപാടിയിലാണ് പ്രശസ്ത നർത്തകനും മൃണാളിനി സാരാഭായിയുടെ ശിഷ്യനുമായ കോട്ടയ്ക്കൽ ശശിധരൻ നൃത്താഞ്ജലി അവതരിപ്പിച്ചത്. സാംസ്കാരിക മറവി രോഗത്തിലേക്ക് കേരളം വീണുപോവുകയാണെന്ന് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ടാണ് ലോകം അംഗീകരിച്ച മലയാളിയായ മൃണാളിനി സാരാഭായിയെ അനുസ്മരിക്കാൻ നാം മറന്നുപോയത്. നൃത്തത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ലോകത്തിലെ ആദ്യത്തെ കലാകാരികളിൽ ഒരാളാണ് മൃണാളിനി സാരാഭായ്. ലോകം കണ്ട ധീരയായ നർത്തകിയായിരുന്നു അവർ. ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് ഭീരുക്കളുടെ സമൂഹമാണ്. അതുകൊണ്ടാണ് മരിച്ചപ്പോൾ പോലും മൃണാളിനി ആദരിക്കപ്പെടാതിരുന്നത്. ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് ടി.പി. രാമകൃഷ്ണൻ, കെ.കെ. അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ എന്ന സന്ദേശമുയർത്തി റോഡ് സുരക്ഷാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള ഒരുക്കിയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം അഡീഷണൽ ജില്ലാ ജഡ്ജി കൌസർ എടപ്പകത്ത് നിർവഹിച്ചു. നിയമം നടപ്പാക്കേണ്ടവരുടെ വിമുഖതയാണ് റോഡപകടം വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി കൌസർ എടപ്പകത്ത്. അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള സംഘടിപ്പിക്കുന്ന ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ റോഡ് സുരക്ഷാ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങൾ ഇല്ലാത്തതല്ല, അവ നടപ്പാക്കാത്തതാണ് പ്രശ്നം. കേരളത്തിൽ പ്രതിദിനം 150 പേർ അപകടങ്ങളിൽപ്പെടുന്നു. ഇതിൽ 11 പേർ മരിക്കുന്നു. കാൽനടയാത്രക്കാരാണ് മരിക്കുന്നതിൽ ഏറെയും. അപകടമുണ്ടാകുന്നത് അമിതവേഗം കാരണമാണ്. അപകടം വരുത്തുന്നതിൽ ഏറെയും മദ്യപരാണ്. അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ റോഡ് സംസ്കാരം വളർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ എം.ജി.എസ്. നാരായണൻ അധ്യക്ഷം വഹിച്ചു. സമ്മേളനം ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. മംഗലശ്ശേരി നൌഫൽ, കമാൽ വരദൂർ, സി.എ. മോഹനൻ, സത്യഭാമ, ഒ. ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് 18 വയസ്സാകുന്നതോടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ പറഞ്ഞു. ട്രസ്റ്റിന്റെ 12ാം വാർഷികാഘോഷ പരിപാടികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ജീവിതകാലം മുഴുവൻ പരസഹായം ആവശ്യമായ ശാരീരിക മാനസിക വൈകല്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അവരുടെ മാതാപിതാക്കളുടെയും പ്രയാസങ്ങൾ ലഘൂകരിക്കുവാൻ 2003 മുതൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന്റെ 12ാം വാർഷികം ഫെബ്രുവരി 28-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം പ്രശസ്ത യുവ മലയാള ചലച്ചിത്ര താരം നീരജ് മാധവ് നിർവഹിക്കും. തുടർന്ന് ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വാന്തനം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും കനു ചിത്രകലാ വിദ്യാർത്ഥികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10 മീറ്റർ ക്യാൻവാസിൽ തീർക്കുന്ന ചിത്രരചനയും വിവിധ കലാപരിപാടികളും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ദീപക് നയിക്കുന്ന ഓർക്കസ്ട്രയും ഗാനമേളയും മിമിക്സ് പരേഡും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികളായ കെ.വി. ജയദേവൻ, വിമേഷ് സി.വി. തുടങ്ങിയവർ പറഞ്ഞു. എൻജിഒ ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിസം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും എ. പ്രദീപ് കുമാർ എം.എൽ.എ. നിർവഹിച്ചു. പ്രിസം പദ്ധതിയുടെ ഭാഗമായി എൻജിഒ ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ലാബിന്റെയും ലൈബ്രറി സമുച്ചയത്തിന്റെയും ശിലാസ്ഥാപനം എ. പ്രദീപ് കുമാർ എം.എൽ.എ. നിർവഹിച്ചു. നഗരത്തിലെ സർക്കാർ സ്കൂളുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രിസം. എം.എൽ.എ. ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടം പണിയുന്നത്. കൌൺസിലർ പ്രമീള ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു.
കൌൺസിലർമാരായ ഇ പ്രശാന്ത് കുമാർ, വിദ്യാ ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ പി ബാബുരാജ്, PTA പ്രസിഡന്റ് ബാബു പാറപ്പുറത്ത്, മുഹമ്മദ് ഷെരീഫ്, ചേക്കുട്ടി ഹാജി, പി സദാനന്ദൻ, TK വേണു, PM കോയ, സി പ്രഭാകരൻ നമ്പ്യാർ, സി സുധീർ നമ്പീശൻ, പ്രകാശൻ പടന്നയിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ 2016-17 വർഷത്തെ പദ്ധതി ആസൂത്രണത്തിനായി ജില്ലയിലുടനീളം ഗ്രാമസഭകൾ ചേർന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ പ്രദേശത്തെ വിവിധ വാർഡുകളിലും ഗ്രാമസഭാ യോഗം ചേർന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖല കാര്യാലയത്തിന് കീഴിലെ 47ാം ഡിവിഷന്റെ ഗ്രാമസഭ ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. കൌൺസിലർ N. സതീഷ് കുമാർ അധ്യക്ഷം വഹിച്ച പരിപാടി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും, നടത്താൻ കഴിയും. അതിനു മുമ്പായി പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അടിയന്തരമായി നിർവഹിക്കേണ്ടതുകൊണ്ടാണ് നടപടിക്രമങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കേണ്ടി വന്നത്. മുൻ കൌൺസിലർ P. ജലജ, രഗീഷ് തറയിൽ എന്നിവർ സംസാരിച്ചു. 49ാം ഡിവിഷൻ ഗ്രാമസഭയിൽ കൌൺസിലർ ഷൈമ പൊന്നത്ത് അധ്യക്ഷം വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ നമ്പിടി നാരായണൻ, ജിനീഷ്, M. പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ പദ്ധതി ആസൂത്രണം 2016-17 50ാം ഡിവിഷൻ വാർഡ് സഭ നഗരാസൂത്രണ ചെയർമാൻ MP. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ വ്യക്തിഗത ആനുകൂല്യത്തിനേക്കാളും കൂടുതൽ പൊതുവായി നൽകിയിട്ടുള്ള ആനുകൂല്യം നമ്മുടെ പ്രദേശത്തുള്ള റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, അംഗനവാടി കെട്ടിടങ്ങൾ എന്ന് തുടങ്ങി വലിയ മുന്നേറ്റമാണ് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. കൌൺസിലർ പേരോത്ത് പ്രകാശൻ അധ്യക്ഷനായിരുന്നു. ഷാഹിദ് മുല്ലപ്പള്ളി, PP. ബീരാൻകോയ, K. വിശ്വനാഥൻ, KV. ശിവദാസൻ എന്നിവർ സംസാരിച്ചു. 52ാം ഡിവിഷൻ വാർഡ് സഭയിൽ കൌൺസിലർ PP. ബീരാൻകോയ അധ്യക്ഷനായിരുന്നു. 5 കൊല്ലത്തേക്കുള്ള പദ്ധതി ഉണ്ടാക്കിയത് 2017 അന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഇതിലും നല്ല രീതിയിൽ ഇന്നിപ്പോ ഞായറാഴ്ച ലീവില്ലാത്ത ദിവസം, ലീവുള്ള ദിവസമാണെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തിരിക്കുകയാണ്. നഗരാസൂത്രണ ചെയർമാൻ MC. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പേരോത്ത് പ്രകാശൻ, മോഹൻദാസ് തിരുവിച്ചിറ, K. കുഞ്ഞാമുട്ടി, ഷാഹിദ് മുല്ലപ്പള്ളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മംഗല്യനിധി വിതരണം ഫെബ്രുവരി 25 അത്തോളി കൊങ്ങന്നൂരിൽ നടക്കും. ഹൈദരലി ശിഹാബ് തങ്ങൾ, മന്ത്രി ഡോക്ടർ MK മുനീർ എന്നിവർ പങ്കെടുക്കുമെന്ന് ജില്ലാ നേതാക്കൾ പറഞ്ഞു. ദുബായ് കോഴിക്കോട് ജില്ലാ KMCC മണ്ഡലത്തിലെ 12 നിർധന യുവതികൾക്ക് 5 പവൻ വീതം നൽകുന്ന വിവാഹ ധനസഹായ പദ്ധതിയായ മംഗല്യനിധി വിതരണം അത്തോളി കൊങ്ങന്നൂരിൽ ഫെബ്രുവരി 25 നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, കേരള പഞ്ചായത്ത് കാര്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ PKK ബാവ, KM ഷാജി MLA തുടങ്ങിയവർ പങ്കെടുക്കും. കോരോത്ത് മൊയ്തീൻ കോയ സ്മാരക സൌധം, മുസ്ലിം ലീഗ് കൊങ്ങന്നൂർ ശാഖ ഓഫീസ് ഉദ്ഘാടനം, CH മുഹമ്മദ് കോയ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉദ്ഘാടനം, ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ ഉദ്ഘാടനം, UAE അത്തോളി പഞ്ചായത്ത് KMCC നിർമ്മിച്ചു നൽകുന്ന ബൈത്തുറഹ്മ തറക്കല്ലിടൽ കർമ്മം, പെൻഷൻ വിതരണം, കുടിവെള്ള വിതരണം, ടൈലർ മെഷീനുകളുടെ വിതരണം തുടങ്ങി മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സമാരംഭവും പരിപാടിയിൽ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. രസതന്ത്രം നല്ല പരിസ്ഥിതിക്ക് എന്ന വിഷയത്തിലൂന്നി കെം ഫിയസ്റ്റ 2016 സംഘടിപ്പിക്കുന്നു. ഫറൂഖ് കോളേജിലെ കെമിസ്ട്രി വിഭാഗം ഒരുക്കുന്ന എക്സ്പോ ഫെബ്രുവരി 25 മുതൽ 29 വരെ നീണ്ടുനിൽക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫറൂഖ് കോളേജ് കെമിസ്ട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25 മുതൽ 29 വരെ 4 ദിവസം നീണ്ട കെംഫിയസ്റ്റ 2016 സംഘടിപ്പിക്കുമെന്ന് ഫറൂഖിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ സെമിനാർ, കെം എക്സ്പോ, വർക്ക്ഷോപ്പ്, പേപ്പർ പ്രസന്റേഷൻ, സമ്മർ പ്രോജക്ട് ലോഞ്ചിംഗ്, ഫിലിം ഷോ, ഫാൽക്കം ഗെറ്റ് ടുഗദർ തുടങ്ങിയവയാണ് പരിപാടിയുടെ ഭാഗമായി നടക്കുക.
രസതന്ത്രം നല്ല പരിസ്ഥിതിക്ക് എന്ന ചിന്ത പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറാണ് പരിപാടിയിലെ മുഖ്യ ഇനം. ഉദ്ഘാടന ദിവസം കോഴിക്കോട് പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ IPS സമ്മർ പ്രോജക്ടിന്റെ ലോഞ്ചിംഗ് നടത്തും. CWRDM ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ MB നരസിംഹപ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ റെജി തോമസ്, ഷാനവാസ് യൂസഫ് എന്നിവർ പങ്കെടുത്തു. ISMന്റെ ഖുർആൻ പഠന പദ്ധതിയായ വെളിച്ചം ഫലപ്രഖ്യാപനവും പഠന സെമിനാറും ഫെബ്രുവരി 28 കണ്ണൂരിൽ നടക്കും. ഫലപ്രഖ്യാപനവും സമാപന സംഗമവും കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. വിശുദ്ധ ഖുർആൻ പഠനം ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ചതാണ് വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതി. ജാതിമത ഭേദമന്യേ പതിനായിരങ്ങൾ ഈ പദ്ധതിയിലൂടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠന പദ്ധതിയുടെ വെളിച്ചം 1ാം ഘട്ട ഫലപ്രഖ്യാപനവും പഠന സെമിനാറും ഫെബ്രുവരി 28 ഞായറാഴ്ച കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് വെളിച്ചം പദ്ധതി ഭാരവാഹികൾ പറഞ്ഞു. ഖുർആൻ വിജ്ഞാനീയങ്ങളെക്കുറിച്ച് ഗഹനമായ പഠനങ്ങളും ചർച്ചകളും നടക്കുന്ന സംഗമം കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി ഉദ്ഘാടനം ചെയ്യും. വെളിച്ചം ഫലപ്രഖ്യാപനവും സമാപന സംഗമവും കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനം AP അബ്ദുള്ളക്കുട്ടി MLA, KP ഖാലിദ് എന്നിവർ നിർവഹിക്കുമെന്നും ഡോക്ടർ ലബീബ് അരീക്കോട്, ജാബർ അമാനി തുടങ്ങിയവർ പറഞ്ഞു. മതവും ജാതിയുമല്ല ജീവിതമാണ് പ്രധാനം എന്ന സന്ദേശത്തിലൂന്നി നടത്തിയ മതാതീത സാംസ്കാരിക യാത്രയ്ക്ക് കോഴിക്കോട് സ്വീകരണം നൽകി. മതങ്ങൾ പ്രകൃതി വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമാണെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകിയ കവി കുരീപ്പുഴ ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. ജാതിയും മതവും പ്രകൃതി വിരുദ്ധമാണെന്നും സ്നേഹമാണ് പ്രധാനമെന്നും കവി കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. മതവും ജാതിയുമല്ല ജീവിതമാണ് പ്രധാനമെന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച മതാതീത സാംസ്കാരിക യാത്രയ്ക്ക് കോഴിക്കോട്ടെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തിന് അതീതമായി മനുഷ്യനാണെന്ന ബോധം ഉണ്ടാകണം. മൃതദേഹം സംസ്കരിക്കുന്നതിനെക്കുറിച്ച് സ്വയം തീരുമാനിക്കാനുള്ള ബില്ലും ദുർമന്ത്രവാദം നിരോധിക്കാനുള്ള ബില്ലും പാസാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാനഞ്ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ A അച്യുതൻ അധ്യക്ഷനായിരുന്നു. കാഞ്ചനമാല CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PM ആതിര, ജാഥ അംഗം ഡോക്ടർ B ബാലചന്ദ്രൻ, ഷിബു ചെറുവക്കൽ, K സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മണികണ്ഠൻ നാടൻപാട്ടും, വിനോദ് വെള്ളായണി, സതീഷ് കൊയിലാണ്ടി എന്നിവർ കവിതകളും അവതരിപ്പിച്ചു. പകച്ചോടുന്ന മാനുകൾ, അയ്യോ എന്തിനാണ് എന്നെ ഈ രാത്രിയിൽ പട്ടാള ക്യാമ്പിലേക്ക്? ഞാനൊരു കുറ്റവും ചെയ്തില്ലല്ലോ. TK ഹരിദാസ്, മുഹമ്മദ് സലീം എന്നിവർ നേതൃത്വം നൽകി. നരിക്കുനി ചിലങ്ക മാസിക പ്രവർത്തകർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പതിമുഖം ദാഹശമനി വിതരണം ചെയ്തു. മതവൈര്യത്തിന്റെ ഇരുണ്ട കാലത്തെ ഉന്നത ജനാധിപത്യ സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ട് മറികടക്കാനാവൂ എന്ന് ഉദ്ഘോഷിക്കുന്ന യാത്ര ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ഓമശ്ശേരി, മുക്കം എന്നിവിടങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. യാത്ര കൊയിലാണ്ടിയിലാണ് സമാപിച്ചത്. ബുധനാഴ്ച പരപ്പനങ്ങാടിയിൽ നിന്നും തുടങ്ങുന്ന ജാഥ എടപ്പാളിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. നടുവട്ടം തോണിച്ചർ റോഡ് മങ്ങന്തറ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പലി മഹോത്സവത്തിന് സമാപനമായി. മണ്ണൂർ സുകുമാരൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. നടതുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, കലശം കാവുണർത്തൽ, കലശം പുറപ്പാട്, മധ്യാഹ്ന പൂജ, ആണ്ടിപൂജ, കലശം എഴുന്നള്ളത്ത്, പ്രസാദൂട്ട്, വെള്ളാട്ട്, ദീപാരാധന, താലപ്പലി, തിറകൾ, ഗുരുതി എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വെള്ളായിക്കോട്ടെ ക്ഷേത്രത്തിൽ നിന്നും ആഘോഷവരവും നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ M നാരായണൻ, M ജയരാജൻ, M സുന്ദരൻ, മോളി രാജീവ്, ബേബി ബാബു, M ഗണേശൻ, KV ബിനു, K രാജേന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വെടിക്കെട്ടുമുണ്ടായിരുന്നു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. മലബാർ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ 19ാമത് ജനറൽ കൺവെൻഷൻ ഫെബ്രുവരി 25, 26, 27 തീയതികളിൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ജനറൽ കൺവീനർ CV വിൽസൺ പറഞ്ഞു. ബൈബിൾ കൺവെൻഷനിലും രോഗശാന്തി പ്രാർത്ഥനകളിലും ഡോക്ടർ K മുരളീധർ, ഡോക്ടർ മാത്യു ജോർജ് എന്നിവർ പ്രസംഗിക്കും. സംയുക്ത സഭാരാധനയോടെ കൺവെൻഷൻ സമാപിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കുടക് ജില്ലയിലെ പ്രസിദ്ധമായ എരുമാട് മഖാമുറൂസ് ഫെബ്രുവരി 26 മുതൽ മാർച്ച് 4 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ഖത്തം ദുവ, ദിക്കർ ഖൽവ, കൂട്ടപ്രാർത്ഥന, മതപ്രസംഗം, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികളും നടത്തും. ചടങ്ങുകളിൽ സദാത്തുകളും പണ്ഡിതന്മാരും നേതാക്കളും സംബന്ധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ സ്ത്രീ പാക്കിംഗ് തൊഴിലാളികൾ സമരരംഗത്ത്. റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ. കോർപ്പറേഷനിൽ മാലിന്യ നിയന്ത്രണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മേയർ. കൌൺസിലിന്റെ ആദ്യ പൊതുസഭ ചേർന്നു. കനയ്യകുമാറിനെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് AIYF മാർച്ച്.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.